വനപ്രദേശത്തോടൊക്കെ വരുന്നവരെ ഒരുപാട് ശ്രദ്ധിച്ച് വരണം കേട്ടോ. ഇവിടെ ഇപ്പോൾ കോന്നിയിൽ നിന്ന് തണ്ണിത്തോട് പോകുന്ന വഴിയാണ്. നമ്മളെ തണ്ണിത്തോട് പാലം കഴിഞ്ഞോട്ട് വരുന്നിടത്ത് തേക്കും കമ്പ് ഒടിഞ്ഞ് റോഡിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ റോഡിൽ വെള്ളക്കെട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതൊക്കെയൊക്കെ പോകണം ഈ വഴിക്കൂടെ പോകുന്നത്. റോഡ് തീരെ മോശം അവസ്ഥയാണ്, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഞള്ളൂര് നമ്മളൊക്കെ എന്തൊക്കെയോ വീണ് വെട്ടി മാറ്റിയതാണ്. കാരണം വനംവകുപ്പിൻ്റെ നല്ല ഇടപെടൽ നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. കമ്പൊക്കെ ഒഴിഞ്ഞ് റോഡിലോട്ട് ആരും ഇതെല്ലാം കിടക്കുവാണ്. എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പെതുക്കെയൊക്കെ പോകണം, ഇല്ലേ പോകുന്നവര്. തേക്കിൻ്റെ കമ്പൊടിഞ്ഞ് വീണ റോഡിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാം തേക്കും കമ്പ് കിടക്കുന്നുണ്ടോ? ഇതിൽ വരുന്നവരും ശ്രദ്ധിക്കുക. പറഞ്ഞതിലെ പൂക്കുവരവ് വലിയ പേടിയാണ് മഴയായ പിന്നെ. ഈ മരങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ടോ? ഞാൻ ഇത്രയും കാലം അല്ലാത്ത വഴി കൂടെ ഇല്ലയോ പൊക്കോണ്ടിരുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ടില്ല ഇതൊക്കെ കാണുകയാണ്. കുഞ്ഞ് ഇത്രയും വലിയ ഭീകരമായ ഒരു യാത്ര ഞാൻ തന്നെ എൻ്റെ കൂടെ ആരുമില്ല. എൻ്റെ കൂട്ടുകക്ഷി ഇന്ന് ഇല്ല, നാളെ ഇല്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ മഴയോടെ സ്വാഗതം. കാടാണ്, ഭംഗിയാണ്, പക്ഷെ ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല കോടയൊക്കെ കയറി വരുന്നുണ്ടല്ലയോ. എലിമുള്ളും ബ്ലാക്കൻ ആണ് കോട കയറി വരുന്നത്. ഇവിടെയും കമ്പ് വീണ് നടക്കുകയാണ്. പിന്നെ വരുന്നവർ ഒരുപാട് ശ്രദ്ധിച്ചേ വരാവും. റബ്ബറും കമ്പാന്നേ, റബ്ബറും കമ്പും തേക്കും കമ്പും എല്ലാ സാധനവും ഉണ്ട്. വലിയ മഴയും കാറ്റും ഒക്കെയാണ് വലിയ പാടാണ് ഇതിനുള്ള യാത്ര. അടുത്ത് ഞള്ളൂര് കഴിഞ്ഞിട്ടിയാ ഓക്കെയാണ്. വലിയ കമ്പൊക്കെ അതൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. കോട കണ്ടോ, കോട. എലിമുള്ളം ബ്ലാക്കൻ.
കനത്ത ഭീകര മഴ വരുന്നുണ്ട്. അല്ലെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് ഇച്ചിരി ഒരു മുൻതൂക്കം കൂടുതലാണെന്നൊരു വിചാരമുണ്ട്. പക്ഷെ ചുമ്മാതാ. ഒരുപാട് TN വണ്ടികൾ ഞാൻ കാണുന്നുണ്ട്. അവരെല്ലാം നമ്മുടെ റോഡിൽ കൂടെ നമ്മളെ ഏതാണ്ട് ഒന്നും അല്ലാത്ത രീതിയിലാക്കുന്ന ചില പരിപാടികൾ അവർ കാണിക്കുന്നുണ്ട്. എല്ലാം മരം വീണതാ. അങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. നമുക്ക് വീണത് ആരോ മാറ്റിയിട്ടിരുന്നു. റബ്ബറും തേക്കും ചെറിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.